അരിക്കൊമ്പൻ ദൗത്യം രണ്ടാം ദിവസവും തുടരുകയാണ്. അരിക്കൊമ്പനെ സിംഗുകണ്ടത്തിന് സമീപം കണ്ടെത്തിയതായി തഹസിൽദാർ വ്യക്തമാക്കി. ദൗത്യം 3 മണിവരെ തുടരുമെന്ന് CCF അരുൺ RS പറഞ്ഞു. അരിക്കൊമ്പനെ ട്രാക്ക് ചെയ്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് അറിയാൻ പറ്റും കൃത്യമായിട്ടുള്ള പൊസിഷൻ എന്നാണ് വിചാരിക്കുന്നത്. ഫേവറബിളായിട്ടുള്ള പൊസിഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പൂർണ്ണമായും നമ്മളെ നിരീക്ഷണത്തിലല്ല, എന്നാലും അതിൻ്റെ ട്രാക്ക്. രാവിലെ 7:15ഓടെയാണ് ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിലുള്ള മയക്കുവെടി സംഘം ബേസ് ക്യാമ്പിൽ നിന്നും ദൗത്യത്തിനായി പുറപ്പെട്ടത്. ദൗത്യത്തിനായി കുങ്കിയാനകളെയും ഇറക്കിയിട്ടുണ്ട്. സിമന്റ് പാലത്തിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ TG സജിത്തും ചിനക്കനാൽ ബേസ് ക്യാമ്പിൽ നിന്ന് G ശ്രീജിത്തും ചേരുന്നുണ്ട്. വളരെ വിശദമായ കവറേജാണ് ന്യൂസ് 18 പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കുന്നത്. ആദ്യം TG സജിത്തിലേക്ക്, ആദ്യം ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, ഈ ബേസ് ക്യാമ്പിൽ നിന്ന് എപ്പോഴാണ് ഇവർ യാത്ര തുടങ്ങിയത്? എന്താണ് ഇതുവരെയുള്ള വിവരങ്ങൾ? ഏറ്റവും പുതിയ വിവരം നൽകാനുള്ളത് ഈ ആനയെ ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി അല്പസമയം തഹസിൽദാറാണ് ഇക്കാര്യം TG സജിത്ത് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയത്. അതിനുശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട്, ഈ സംഘത്തിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് വിളിച്ച് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ആ ലൊക്കേഷനിലെത്തി ഒന്ന് നേരിട്ട് കണ്ട ശേഷം ഒന്നുകൂടി അന്തിമമായി സ്ഥിരീകരിച്ച ശേഷം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാമെന്നാണ് പറഞ്ഞത്. ഈ സിംഗുകണ്ട മേഖലയിലാണ് ഈ അരിക്കൊമ്പൻ ഉള്ളത് എന്നാണ് തഹസിൽദാർ പറഞ്ഞത്. അതായത് സിംഗുകണ്ടം, സിമന്റ് പാലം, ഈ 301 കോളനി ഇതെല്ലാം അടുത്തടുത്ത സ്ഥലങ്ങളാണ്. അങ്ങനെ ഈ സിംഗുകണ്ടം, സിമന്റ് പാലം ഈ ഏരിയയിലാണ് ഉള്ളതെന്ന് പറയുന്നു. അതായത് ഈ ദൗത്യ സംഘം ആഗ്രഹിച്ച സ്ഥലത്താണ് അരിക്കൊമ്പൻ ഇന്ന് എത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇന്ന് രാവിലെ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അന്തിമമായി അത് അരിക്കൊമ്പൻ എന്ന് ഈ ഉന്നത ഉദ്യോഗസ്ഥരെത്തി ഒന്ന് സ്ഥിരീകരിക്കുക എന്നതുകൂടി ബാക്കിയുണ്ട് എന്ന് പറയേണ്ടി വരും. എന്തായാലും നിലവിൽ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് രാവിലെ ഏതാണ്ട് 8 മണിക്കാണ് ദൗത്യസംഘം പുറപ്പെടാൻ തീരുമാനിച്ചത്. ഒരു ചെറിയ സംശയം കൂടി, ഈ സിംഗുകണ്ടം മേഖലയിൽ എത്തുമ്പോഴാണോ ഈ ദൗത്യ സംഘത്തിന് ഏറ്റവും എളുപ്പത്തിൽ ആനയെ മയക്കുവെടി വെക്കാൻ കഴിയുക? അതാണെന്നോ അവരുടെ ഒരു പ്ലാൻ? തീർച്ചയായും അത് തന്നെയാണ് കിരൺ. അതായത് സിംഗുകണ്ടം, സിമന്റ് പാലം, 301 കോളനി ഈ 3 പ്രദേശങ്ങൾ അടുത്തടുത്ത പ്രദേശങ്ങളാണ്. ഇവിടെ ആണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകും. സമതല പ്രദേശമാണ്. ഈ സമതല പ്രദേശത്ത് നിന്ന് മാത്രമേ ഈ ആനയെ വെടിവെച്ച് അവിടെ റോഡ്, വാഹനങ്ങൾ എത്തുന്നതിനുള്ള റോഡ് സൗകര്യമുള്ള സ്ഥലമാണ്. ഇന്നലെ ശങ്കരപാണ്ഡ്യം വീട്ടിലായിരുന്നു. ശങ്കരപാണ്ഡ്യം വീട്ട് അല്പം ഉയർന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ഒരു കാരണവശാലും അവിടെ ഇന്നലെ അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ള സംഘം നേരിട്ടെത്തി വിലയിരുത്തുകയും ചെയ്തതാണ്. അവിടെ ഒരു കാരണവശാലും അവിടെ ദൗത്യം സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അവിടെ നിന്ന് അരിക്കൊമ്പൻ താഴേക്ക് ഇറങ്ങിയിരുന്നു. ഇന്നലെ ഈ കുമളി ഉൾപ്പെടെയുള്ള ദേശീയ പാത വഴി അരിക്കൊമ്പൻ ക്രോസ് ചെയ്യുകയും ചില പോലീസ് വാഹനങ്ങൾ അതുവഴി പോയപ്പോൾ ഈ വാഹനം അവസാനം ഈ ആന പോകുന്നത് കണ്ട് തിരിച്ചു മടങ്ങുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടുകൂടിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചത് ഇത് അവിടെ നിന്ന്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ട്രാക്കിങ്ങും ഉണ്ടായിരുന്നു, അവിടെ നിന്ന് മാറുന്നു, താഴേക്ക് ഇറങ്ങി, ശങ്കരപാണ്ഡ്യം വീട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങി എന്ന് വ്യക്തമായത്. എന്തായാലും അതിനുശേഷം ഡാം സൈറ്റ് വഴി ഇപ്പുറത്ത് ഈ ഡാമിന്റെ ഇങ്ങേക്കരയായ ഈ സിംഗുകണ്ടം, സിമന്റ് പാലം മേഖലയിലേക്ക് എത്തുകയായിരുന്നു. ഏതായാലും സിമന്റ് പാലം മേഖലയിൽ തന്നെ ഈ ദൗത്യസംഘം ഈ രാവിലെ തന്നെ പോയിരുന്നു. ഈ ഏതാണ്ട് 8 മണിക്ക് പോകാൻ തീരുമാനിച്ചെങ്കിലും ഇന്നലെ വൈകിട്ട് സൈറ്റിംഗ് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇന്ന് രാവിലെയും അതിരാവിലെ തന്നെ ഉദ്യോഗസ്ഥർ പോയിരുന്നു. ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള വലിയ ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അവർ പോയതിന്റെ അടിസ്ഥാനത്തിലാണ് 8 മണിക്ക് പോകുമെന്ന് തീരുമാനിച്ചിരുന്ന അരുൺ സക്കറി ഉൾപ്പെടെയുള്ളവർ 7:15 ഇവിടുന്ന് പുറപ്പെടുന്നത്. വനംവകുപ്പ് ഹൈറേഞ്ച് CCF RS അരുൺ, അദ്ദേഹമാണ് ഇവിടെയുള്ള ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘവും തൊട്ടു പിന്നാലെ പോയി അവർ സിമന്റ് പാലം മേഖലയിലേക്കാണ് പോയത്. അവർ രാവിലെ അവിടെ തിരച്ചിൽ തുടരുകയായിരുന്നു. ഈ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഈ സിംഗുകണ്ടത്ത് വെച്ച് സിംഗുകണ്ടം, സിമന്റ് പാലം മേഖല ഏതാണ്ട് തൊട്ടടുത്തുള്ള പ്രദേശത്ത് തന്നെ അരിക്കൊമ്പൻ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചു എന്ന് തഹസിൽദാർ പറഞ്ഞത്. എന്തായാലും ഇതൊരു ഔദ്യോഗിക വിശദീകരണമാണ്. തഹസിൽദാറാണ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തന്നത്. ശ്രീജിത്ത് തൊട്ടുക, നമുക്ക് തഹസിൽദാരുടെ വാക്കുകളൊന്നും കേട്ടിട്ട് മടങ്ങി വരാം. എവിടെയാണ് ട്രേസ് ചെയ്ത്? ഇനി എങ്ങോട്ട് ബാക്ക് വരണേ? എവിടെയായിരുന്നു സാർ? സിംഗുകണ്ടത്ത് മൈക്ക് കാണുന്നില്ല കേട്ടോ, മൈക്ക് മാറ്റി കാണുന്നില്ല. അവിടെ ട്രേസ് ചെയ്തില്ലേ? അങ്ങോട്ടാണ് നീങ്ങുന്നത് അല്ലേ?
ശ്രീത്തെ, തഹസിൽദാർ പറയുന്നത് സിംഗണ്ടം മേഖലയിൽ ആനയെ കണ്ടെത്തി സ്ഥിരീകരിച്ചു എന്നാണ്. വനംവകുപ്പ് ഇപ്പോഴും പറയുന്നത് അവർ നേരിട്ട് കണ്ട് ഇത് അരിക്കൊമ്പനാണെന്ന് ഉറപ്പാക്കണം. അതാണോ ഇപ്പോഴത്തെ ഒരു ചെറിയൊരു സംശയം? ഇന്നലെയും പല സംശയങ്ങളുണ്ടായിരുന്നു കിരൺ ബാബു. അതായത് ഇന്നലെ രാവിലെ ഈ വലിയ ആനക്കൂട്ടം 17 ആനകളുടെ കൂട്ടം കണ്ടപ്പോൾ അതിൽ അരിക്കൊമ്പനുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ വിലയിരുത്തൽ വരികയും അത് അരിക്കൊമ്പൻ ആ സംഘത്തിലുണ്ട് എന്ന് തെറ്റായി വാർത്തകൾ പോവുകയൊക്കെ ചെയ്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വനംവകുപ്പ് ഒന്നുകൂടി ഇത് സ്ഥിരീകരിച്ച ശേഷം ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം കൂടെ എത്തി സ്ഥിരീകരിച്ച ശേഷം ഇത് അരിക്കൊമ്പൻ എന്ന് അവർ പറയാമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. ഒരു 15 മിനിറ്റ് മുൻപാണ്, ഈ ലൈവിന് തൊട്ട് മുൻപാണ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നുള്ള വിവരം വൈകാതെ ലഭിക്കേണ്ടതുണ്ട്. സിംഗുകണ്ടം 301 കോളനി ആ ഒരു മേഖല തന്നെയാണ്, അവിടേക്കാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് അരിക്കൊമ്പന്റെ സ്ഥിരം വാസ കേന്ദ്രം, വിഹരിക്കുന്ന കേന്ദ്രം ആണ് അത്. അവിടെ വെള്ളം കുടിക്കാനടക്കം അരിക്കൊമ്പൻ അവിടെ എത്താറുണ്ട്. അങ്ങനെ ഇന്നലെ ഈ ശങ്കരപാണ്ഡ്യമേട്ടിൽ നിന്ന് സ്വാഭാവികമായി അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അരിക്കൊമ്പൻ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം ഇവിടെയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ പകൽ മുഴുവൻ അരിക്കൊമ്പനെ തേടിയെങ്കിലും കണ്ടെത്താനായില്ല. പക്ഷേ ഇന്ന് രാവിലെ കണ്ടെത്തുന്നു എന്നതാണ് ഔദ്യോഗികമായി തന്നെ ഈ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ നൽകുന്ന വിവരം. എന്തായാലും രാവിലെ 3 മണിക്കുള്ളിൽ കണ്ടെത്തിയാൽ, ഉചിതമായ സ്ഥലത്ത് കിട്ടിയാൽ ദൗത്യം എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. എന്തായാലും ആ ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിലവിൽ ആനക്കൂടുകൾ ഉൾപ്പെടെ ഇന്നലെ ഏതാണ്ട് രാവിലെ തന്നെ പുലർച്ചെ തന്നെ ആനക്കൂട് വാഹനത്തിൽ കൊണ്ടുവന്നിരുന്നു, ലോറിയിൽ കൊണ്ടുവന്നിരുന്നു. അത് ഈ ബേസ് ക്യാമ്പിൽ എത്തിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഇതുവരെയും എത്തിച്ചിട്ടില്ല. അത് ദേവികുളത്താണുള്ളത്. ദേവികുളത്ത് നിന്ന് വൈകാതെ അതും ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് ഇതെല്ലാം സൂചനകളാണ്. കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ രാവിലെ മുതൽ ഈ തിരച്ചിൽ നടത്തിയെങ്കിലും വൈകുന്നേരം മാത്രമാണ് അത് സംബന്ധിച്ച് ഔദ്യോഗികമായ എന്തെങ്കിലും ഒരു വിവരം നൽകുന്നത്. ഔദ്യോഗികമായ വിവരങ്ങളൊന്നും തന്നെ അവർ നൽകുന്നില്ല. അനൌദ്യോഗികമായി മാത്രമാണ് ഇന്നലെ വിവരങ്ങൾ നൽകിയിരുന്നത്. എവിടെയെങ്കിലും കണ്ടെത്തിയാൽ വിവരം അറിയിക്കാം, ഔദ്യോഗികമായി തന്നെ അറിയിക്കാം എന്നായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. എന്തായാലും നിലവിൽ രാവിലെ തന്നെ കണ്ടെത്തിയെന്ന് തഹസിൽദാർ തന്നെ പറയുന്നു. തഹസിൽദാറിന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരം കൂടി അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഇതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ നിർണായകമാണ്. അരിക്കൊമ്പനെ കണ്ടെത്തിയെന്ന് തന്നെ കരുതേണ്ടി വരും. എന്തായാലും വൈകാതെ ദൗത്യത്തിനാകുന്നൊരു കൃത്യമായ സ്ഥലം തന്നെയാണ്. ഇപ്പൊ സിംഗണ്ടം, സിമിരുവാല മേഖല എല്ലാം ദൗത്യത്തിന് സാധിക്കുന്ന മേഖല തന്നെയാണ്. അവിടെ എവിടെയാണ് ഉള്ളതെന്ന് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ദൗത്യം സാധ്യമാണോ എന്ന് അവർ കാത്തിരിക്കും. ആന സ്വാഭാവികമായി അങ്ങനെ ഒറ്റയ്ക്ക് ഒരിടത്ത് നിൽക്കുന്ന രീതിയല്ല ഉള്ളത്. ആന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആനയാണ് ഇതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് സഞ്ചരിച്ച് ഉചിതമായ സ്ഥലത്തേക്ക് എത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഓടിച്ചെത്തിക്കണോ, ഇതെല്ലാം കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ്. അതിനുവേണ്ടിയാണ് ഉദ്യോഗസ്ഥർ കാത്തിരിക്കുന്നത്. എന്തായാലും ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം, അരുൺ സക്കര ഉൾപ്പെടെയുള്ളവരുടെ സംഘം അവിടേക്ക് പോയിട്ടുണ്ട്. ശ്രീജിത്ത്, എങ്ങനെയാണ് ഈ ആനയ്ക്ക് സ്ഥിരമായ ഒരു സഞ്ചാരപാതയൊക്കെ ഉണ്ടോ, അതോ അങ്ങനെ ഒരു കൃത്യമായി നിശ്ചയിക്കാൻ കഴിയാത്ത രീതിയിലാണോ ആനയുടെ പതിവ് സഞ്ചാരങ്ങൾ? കിരൺ, പൊതുവെ ആനത്താര എന്ന് തന്നെ അറിയപ്പെടുന്ന ആന പോകുന്ന ചില വഴികളുണ്ട്, അങ്ങനെ തന്നെയാണ്. പക്ഷേ അരിക്കൊമ്പനെ സംബന്ധിച്ച് അതിനപ്പുറത്തേക്ക് കൂടി കടന്ന് ചില മേഖലകളിൽ കൂടി ചെല്ലുന്നു എന്നതാണ് അരിക്കൊമ്പനെതിരായ പരാതി പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. മുൻപ് ആനത്താരയായിരുന്ന സ്ഥലത്താണ് ഇവിടെ പുനരധിവാസവും മറ്റും ആന്റണി സർക്കാരിന്റെ കാലത്ത് നടത്തിയത് എന്നുള്ള ആക്ഷേപവും അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ മുൻപ് ആനകൾ നടന്നിരുന്ന സ്ഥലം തന്നെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഈ സ്ഥലങ്ങളിലൊക്കെ എത്തി ആന ആക്രമണം മറ്റും നടത്തുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും നിലവിൽ കാത്തിരിപ്പിലാണ് ഉള്ളത്. ഈ ആന പൊതുവിൽ ഈ ശങ്കരപാണ്ഡ്യമേട്ടിൽ നിന്ന് ഇറങ്ങി ഈ ഡാം സൈറ്റ് വഴി ഡാമിന്റെ തീരത്തുകൂടി നടന്ന് ഇപ്പുറത്തേക്ക് എത്തും. അതായത് ഈ രണ്ട് സ്ഥലത്ത് ശങ്കരപാണ്ഡ്യമേട്ടിൽ നിന്നും ഈ ഇപ്പുറത്തെ സിമന്റ് പാലത്തു നിന്നാണ് ആന വെള്ളം കുടിക്കുന്നത്. വിശാലമായ ഈ ഡാം സൈറ്റ് ഉണ്ട്, പക്ഷെ ആ ഡാം സൈറ്റിലെ വെള്ളം ആന കുടിക്കില്ല. കാരണം അതിൽ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിൽ നിന്ന് ഡീസലിന്റെ മണം ഈ വെള്ളത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ വെള്ളം ആന കുടിക്കില്ല എന്നാണ് ഇവിടെയുള്ള തദ്ദേശീയരായ നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നത്. എന്തായാലും അത് തന്നെ കരുതേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആനയുടെ ഒരു യാത്ര, ഇവിടെ വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ശങ്കരപാണ്ഡ്യമേട്ടിൽ പോയി പൈപ്പ് പൊട്ടിച്ച് വെള്ളം കുടിക്കുന്നു എന്നത് അടക്കമുള്ള പരാതികൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ട് എന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ രാവിലെ നമ്മളോട് പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും സഞ്ചാര പാത ആനയ്ക്കുണ്ട്. അതുവഴി തന്നെ അതുകൂടി പിന്തുടർന്നുകൊണ്ടാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ട്രാക്കിംഗ് സംഘം ഈ രാവിലെ തന്നെ സിമന്റ് പാലത്തേക്കും വിവിധ സ്ഥലങ്ങളിലേക്കുമൊക്കെ ഇറങ്ങി തിരച്ചിലിന് ഇറങ്ങുകയും ചെയ്തത്. ശരി ശ്രീത്തെ, ദയവായി തുടരുക. നമുക്ക് സിമന്റ് പാലത്ത് നിന്ന് TG സജിത്ത് കൂടി ചെയ്യുന്നുണ്ട്. സജിത്തെ, ഈ സജിത്ത് നിൽക്കുന്ന സ്ഥലത്തിന് ഏകദേശം അടുത്ത് സിംഗണ്ടത്താണ് ആനയുള്ളത് എന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ. സജിത്തിന് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്?
ആന നിൽക്കുന്ന മുമ്പ് ആനയെ കണ്ട സ്ഥലത്തു നിന്നും അല്പം കൂടി മുകൾ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ നിന്നാൽ കൂടുതൽ ആനയെ ദൃശ്യമാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. എന്തായാലും നമുക്ക് ചില ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാനാണ് ശ്രമിക്കുന്നത്. പ്രധാനമായും ഈ ആന നേരത്തെ ഈ സിമന്റ് പാലം ഭാഗത്ത് തന്നെ ആണ് ആനയെ രാവിലെ അല്പം സമയം മുമ്പ് അവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ആന സൂര്യനെല്ലി മേഖലയിലേക്ക്, അതായത് സിംഗുകണ്ടം സൂര്യനെല്ലി മേഖലയിലേക്ക് ആണ് രാവിലെ കണ്ടത്. ഈ ആനയെ അല്പം കൂടി താഴ്ഭാഗത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ദൗത്യം സാധ്യമാകും എന്നതാണ് നമുക്ക് ഇപ്പോഴത്തെ വിവരങ്ങളിൽ നിന്നും അനുമാനിക്കാനാവുന്നത്. കാരണം ഇതിൽ പ്രധാനമാവുന്നത് ആനയെ ലൊക്കേറ്റ് ചെയ്തു എന്ന കാര്യം തന്നെയാണ്. ഇതിൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പിന്റെ നിരീക്ഷണ സംഘം ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ നിരീക്ഷണ സംഘത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതനുസരിച്ചാവും അരിക്കൊമ്പന്റെ നീക്കങ്ങൾ, ഇപ്പോഴത്തെ പൊസിഷൻ, ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരുത്താൻ ആകൂ. എന്തായാലും അത്തരമൊരു നീക്കത്തിലേക്ക് തന്നെയാണിപ്പോൾ വനംവകുപ്പ് സംഘം നീങ്ങുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ ആ കാണുന്ന മലഞ്ചെരുവിന്റെ ആ പുൽമേടിന്റെ ഭാഗത്താണ് രാവിലെ അരിക്കൊമ്പനെ കണ്ടത്. അവിടെ നിന്നും ദൂരെ കാണുന്ന സൂര്യനെല്ലി മേഖലയിലേക്ക്, ആ താഴ്വാര മേഖലയിലേക്ക്, ആ ചെരുവുള്ള പ്രദേശത്തേക്ക് ആന നീങ്ങിയിരിക്കാം എന്ന സംശയം ആണുള്ളത്. അത് അവിടെ തൽക്കാലം നമുക്ക് മാധ്യമങ്ങൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ഒന്ന്, ഇവിടെ നിരോധനാജ്ഞയുണ്ട്, നിയന്ത്രണമുണ്ട്. അതിനും അപ്പുറം ആനയെ അവിടെ ലൊക്കേറ്റ് ചെയ്തു എന്ന് വിവരം ലഭിച്ചതോടെ ഈ പ്രദേശത്തേക്കുള്ള ഗതാഗതവും മാധ്യമപ്രവർത്തകരുടെ അടക്കമുള്ള പ്രവേശനവും നിയന്ത്രിച്ചിരിക്കുകയാണ് എന്നതാണ്. ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന വാഹനങ്ങൾ കൂടുതലായി പോലീസ് നിയന്ത്രിച്ച് വാഹനങ്ങൾ മാറ്റിവിടുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെ ആനയുടെ ലൊക്കേഷൻ കൃത്യമായ പശ്ചാത്തലത്തിലാവാം കൂടുതൽ നിയന്ത്രണം, അതായത് ഇങ്ങോട്ടേക്ക് വനംവകുപ്പിന് കൂടുതൽ വാഹനങ്ങളൊക്കെ കടന്നു വരേണ്ടതുണ്ടാവാം. അതുകൊണ്ടാവാം അത്തരം നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. എന്തായാലും ഈ മേഖലയിൽ കാണുന്ന പുൽമേടിന്റെ ഭാഗത്താണ് ഇപ്പോൾ ആനയുള്ളത് എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ ലൊക്കേഷൻ ഒന്നുകൂടി കൃത്യമായി നമുക്ക് ദൃശ്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ആനയെ രാവിലെ ദൃശ്യമായത്, അതായത് ഇപ്പോൾ നമുക്ക് സജിത്ത് നിൽക്കുന്ന സ്ഥലത്ത് നോക്കിയാൽ ഈ ആനയെ തുറസായ സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയിൽ പെടാൻ സാധ്യതയുള്ള സ്ഥലത്ത് തന്നെയാണോ? വനമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. അരിക്കൊമ്പനെ അനുയോജ്യമായ സ്ഥലത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഇപ്പോൾ അവർ ജാഗ്രതയോടുകൂടി ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വ്യതിയാനങ്ങളെ കഴിയുന്നത്ര വേഗം ആദ്യം ദൗത്യസംഘം അരിക്കൊമ്പനെ ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ അതൊരു ദുഷ്കരമായ മേഖലയാണ്. ആ മേഖലയിൽ നിന്നും ഇരുമ്പ് പാലത്തിന് സമീപമോ തൊട്ടടുത്ത് മറ്റേതെങ്കിലും സൗകര്യമുണ്ടെങ്കിൽ അവിടെയോ എത്തിക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ അരിക്കൊമ്പനെ പിടികൂടാനാവുമെന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ഫലപ്രദമാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. കാരണം അവർ കടുത്ത സമ്മർദ്ദത്തിലാണ്, വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെയേറെ കർശനമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. അത് അവരുടെ ആത്മവിശ്വാസം തകർക്കുന്നതിന് പ്രേരണയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു വലിയ പ്രതിസന്ധി. ഒരു വന്യമൃഗത്തെ പിടിക്കുക എന്നത്
നമ്മൾ വരച്ചു വെച്ച പ്ലാനിലൂടെ തന്നെ നടന്നുകൊള്ളണമെന്നില്ല. കാരണം നമ്മുടെ പ്ലാൻ വന്യമൃഗത്തിന് ബാധകമല്ല. അപ്പോൾ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ ഈ അരിക്കൊമ്പന് നടത്താൻ കഴിയുമെന്ന് ഇതിനകം തന്നെ അരിക്കൊമ്പൻ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരാജയമാണ് എന്ന് വിമർശിച്ചുകൊണ്ട് അവരുടെ മനോവീര്യം തകർക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവരെല്ലാം പിന്തിരിയണം എന്നാണ് എനിക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത്. 150 പേർ അവരുടെ ജീവൻ പണയപ്പെടുത്തിയാണ് ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ രാത്രി വൈകും വരെ കാവലിരുന്ന് 1 മണിക്കൂർ നേരം ഒന്ന് കണ്ണു ചിമ്മി പോയതിനാണ് ഇന്നലെ വലിയ വിമർശനമുണ്ടായത്. ആ സമയത്ത് എന്തായിരുന്നു ഇവർ ചെയ്യുന്നത്? അവർ നിരന്തരമായി അവിടെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയം വരെ കണ്ട അരിക്കൊമ്പൻ പിന്നെ അവിടെ നിന്ന് മാറിയത് വരുമ്പോൾ പറഞ്ഞില്ല എന്നൊരു വിമർശനം. അപ്പോൾ 24 മണിക്കൂറും അവിടെ ഡ്യൂട്ടി കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരറിയാതെ ചില കാര്യങ്ങൾ നടന്നുപോയാൽ അതങ്ങനെ സംഭവിക്കാൻ ഇടയുണ്ടെന്നാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഒരാളും ഒരു വന്യമൃഗവും ഏതെങ്കിലും ഒരു വനംവകുപ്പിലെ ജീവനക്കാരൻ്റെ മുമ്പിൽ വന്ന് നിന്ന് കൊടുക്കുകയില്ല. അവർക്ക് നമ്മളെപ്പോലെ തന്നെ ബുദ്ധിയുണ്ട് എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്, നമ്മളെക്കാളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ദൗത്യസേനയുടെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ചില നീക്കങ്ങളും അവർ നടത്തുന്നുണ്ട്. ആ നീക്കങ്ങളൊന്നും നമുക്ക് തടയാനാവില്ല. പക്ഷേ ആ നീക്കങ്ങൾക്കനുസരിച്ച് വനം വകുപ്പിൻ്റെ പ്ലാനിങ്ങിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. അത് പക്ഷേ അതാത് സമയത്തെടുക്കേണ്ട ആ സാഹചര്യത്തെ മറികടക്കാനുള്ള തീരുമാനമായിരിക്കണം. അതിന് നമ്മൾ നേരത്തെ തന്നെ ഒരു ഡയറക്ഷൻ കൊടുത്ത് ഇങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കില്ല അവിടുത്തെ പ്രായോഗികമായ സ്ഥിതി. അതുകൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ഏറ്റവും ഉചിതമാണ് എന്ന് തോന്നുന്ന യുക്തിസഹമായ പ്രായോഗികമായ നടപടികൾ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക എന്നതാണ് വനം വകുപ്പിൻ്റെ സർക്കാരിൻ്റെ നിലപാട്. അവർ മുൻകാലങ്ങളിൽ അവരുടെ പാഠവും തെളിയിച്ചിട്ടുള്ളവരാണ്. അവരെ അവിശ്വസിക്കേണ്ട, അവരെ നിരാശപ്പെടുത്തുന്ന ഒരു നിലപാട് സ്വീകരിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് യഥാസമയം ഏറ്റവും ചുരുങ്ങുന്നത് 1 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും അവിടെ നിന്നുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി ലഭിക്കുന്നുണ്ട്. ഇപ്പം അരിക്കൊമ്പനെ കണ്ടെത്തിയിട്ടുണ്ട്. അരിക്കൊമ്പനെ ലക്ഷ്യമാക്കി ദൗത്യസംഘം നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ശ്രമത്തിൽ അവർക്ക് അരിക്കൊമ്പനെ നല്ല ഈ പറയുന്ന പ്രായോഗികമായ ഒരു സ്ഥലത്തെത്തിയാൽ ഒരു സമതലം ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനം. 2, അവിടെ വാഹനം പോയി ആ ആനയെ വാഹനത്തിനകത്ത് കയറ്റാനുള്ള സൗകര്യം ഉണ്ടാകണം. എവിടെയെങ്കിലും വെടിവെച്ച് വീഴ്ത്തിയാൽ അവിടെ വാഹനം കൊണ്ടുപോകാൻ കഴിയില്ല. അത് അവിടെ പോയിട്ടുള്ള എല്ലാ മാധ്യമപ്രവർത്തകന്മാർക്കും ബോധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നിട്ടും മറ്റു തരത്തിലെ വ്യാഖ്യാനം വരുമ്പോൾ മാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ വലിയ പ്രാധാന്യം കൊടുക്കുന്നു, ചർച്ചകൾ ആ വഴിക്ക് പോകുന്നു എന്നത് ഈ സേനയെ അവരുടെ പ്രവർത്തനങ്ങളിൽ സഹായിക്കാനല്ല ഉതകുക, തളർത്താനാണ് ഉതകുക. അപ്പോൾ ആകെ ഗവൺമെൻറ്റിന് അപേക്ഷിക്കാനുള്ളത് അവരുടെ പ്രവർത്തനങ്ങൾ നിർബാധം സ്വതന്ത്രമായി അവർ നിർവഹിക്കട്ടെ. അവരവിടെ വന്നിരിക്കുന്നത് ഈ ആനയെ പിടിച്ച് മയക്കുവെടി വെച്ച് ഉചിതമായ സ്ഥലത്ത് കൊണ്ടുപോകുന്നതിനാണ്. ആ ദൗത്യം അവർ ഏറ്റെടുത്തുകൊണ്ട് അത് വിജയിപ്പിക്കാൻ അവർ ശ്രമിക്കുമെന്ന് നല്ല ബോധ്യം, നല്ല വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അവരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ മാത്രമേ കഴിയൂ. നമുക്കിന്ന് ഇപ്പോൾ പോകുന്ന രീതി അനുസരിച്ചാണെങ്കിൽ അരിക്കൊമ്പനെ പിടിച്ചു എന്ന ഒരു ശുഭവാർത്ത കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അല്ല, വെല്ലുവിളി പുറത്തുനിന്നുള്ളതേ അവരൊരു വെല്ലുവിളി നേരിടുന്നില്ല. കാരണം അവർ ആനയെ പിടിക്കാനുള്ള ഓരോ സമയത്തും ആവശ്യമായ ശ്രമങ്ങൾ ആനയോട് മുന്നോട്ട് പോകും. അപ്പോൾ വെല്ലുവിളി എന്ന് പറയുന്നത് അനുയോജ്യമായ സ്ഥലത്ത് ഈ അരിക്കൊമ്പിനെ എത്തിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് വെല്ലുവിളി. അത് സാധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വെല്ലുവിളിയുമില്ല. അപ്പോൾ ഈ അനുയോജ്യമായ സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ ഈ മറ്റേതെങ്കിലും സ്ഥലമെന്ന് നോക്കുമ്പോൾ അവിടെ ഈ വാഹനങ്ങൾ പോകാനുള്ള സൗകര്യവും കൂട് വെക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അപ്പോൾ സമാന്തരമായി നമ്മൾ ഈ കൂടും കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യണം. പക്ഷെ അതൊക്കെ അവർ ഭംഗിയായി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ എന്താണ് സിമൻറ്റ് പാലത്തിന് അല്ല, സിമൻറ്റ് പാലം ഇരുമ്പ് പാലം സിമൻറ്റ് പാലമല്ലേ? അതെ, കാരണം ആദ്യമായിട്ടാണ് അവിടെ ഒരു സിമൻറ്റ് പാലം വരുന്നത്. അതുകൊണ്ടാണ് സിമൻറ്റ് പാലത്തിൻ്റെ അടുത്താണ് അനുയോജ്യമായ സ്ഥലമായി കണ്ടെത്തിയിട്ടുള്ളത്. അവിടെ എത്തിക്കാനുള്ള ദൗത്യം അവർ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാകും ഇപ്പോൾ എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അല്ല, PT7 ഉള്ളൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ പാലക്കാടുണ്ടായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ കിടപ്പും ഈ ഇടുക്കി ജില്ലയിലെ ഭൂമിശാസ്ത്രപരമായ കിടപ്പും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ പ്രശ്നം അവർ ആരംഭത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വയനാട്ടിൽ ചെയ്തതുപോലെ ചെയ്യാൻ കഴിയുന്ന ഒരു ടെറൈൻ അല്ല അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും. അത്ര എളുപ്പമല്ല എന്നവർ നേരത്തെ പറഞ്ഞതാണ്. അവർക്ക് പറയാനുള്ളതെല്ലാം അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞ പോലെ ഇത്ര മണിക്ക് ആനയെ വെടിവെക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ, പ്രവചിക്കാൻ ആർക്കും സാധിക്കില്ല. അഭിപ്രായം എന്താ? ഇല്ലല്ലോ, തീരുമാനമായെങ്കിലും നമ്മൾ പറയില്ലേ. ഇവന് കുങ്കിയാനയായിട്ട് മാറ്റാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞല്ലോ. അപ്പം നമുക്ക് അനുസരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. തീരുമാനം എടുക്കണമെങ്കിൽ ഞങ്ങളും എന്താ പറയുക, വിദഗ്ധ സമിതിയോട് കോടതി പറഞ്ഞിട്ടുള്ളത് എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞ് ഒരു നിർദ്ദേശം സീൽഡ് കവറിൽ വെക്കണം എന്നാണല്ലോ. അപ്പം നമ്മൾ പിടിച്ച് എന്ന് ഉറപ്പ് വരുത്തുമ്പോഴേ സീൽഡ് കവർ പൊളിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് രഹസ്യമായി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ സീൽഡ് കവർ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു നിർദ്ദേശം നമുക്ക് തരണ്ടല്ലോ. നമ്മളിപ്പോൾ പേര് എഴുതിയിട്ട് കവർ ഒട്ടിച്ച് സീൽ ചെയ്തിട്ട് കോടതി ഏൽപ്പിക്കണം എന്ന് പറഞ്ഞത് ഇപ്പോൾ കോടതി ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലല്ല, പ്രതിഷേധം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാമല്ലോ. പ്രതിഷേധം നടത്താൻ ഒരു പ്രയാസമുള്ള കാലമാണ് അതല്ല. പക്ഷെ നമ്മൾ കോടതി പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ നാളെ അതൊരു കുറ്റമായി പറയുമല്ലോ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെ. അല്ല, അവിടെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇവനെ പിടിക്കണോ വേണ്ടതെന്ന്. ഇത് കക്ഷത്തിലുള്ളത് എടുക്കുകയും വേണം, ഉത്തരത്തിലുള്ളത് പിടിക്കണമെന്നൂടെ. ഏതും കുറച്ച് ബുദ്ധിമുട്ടില്ലാതെ. കാരണം ഈ ആനയെ കൊണ്ട് ഇത്രയും കാലം ഇടുക്കിയിലെ ജനങ്ങൾ അനുഭവിച്ച ദുരിതമാണോ പ്രധാനം, ഈ 2 ദിവസം അതിനെ പിടിക്കാൻ വേണ്ടി സഹകരിക്കുന്നതാണോ പ്രധാനം? കഴിഞ്ഞ പ്രാവശ്യം സഹകരിച്ചല്ലോ. അന്നും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് നിരോധനാജ്ഞ ഒരു ദിവസം ഇടവിട്ടാക്കാൻ കാരണം പരീക്ഷ നടക്കുന്ന ദിവസങ്ങളിൽ നിരോധനാജ്ഞ ഒഴിവാക്കുന്ന യുക്തിസഹമായ തീരുമാനം എടുത്തിട്ടുള്ളത്. ഇപ്പോഴും എന്താണ്, അവിടെ വമ്പിച്ച ജനക്കൂട്ടാണ്. അവർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ആനയെ രക്ഷിക്കാനല്ല, ജനങ്ങളെ രക്ഷിക്കാനാണ്. ജനങ്ങൾ, ആൾക്കൂട്ടങ്ങൾ കുങ്കിയാനയെ കാണാൻ തന്നെ 100, 300, 500 ആളുകളാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുമ്പം അത് പ്രകോപനമുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. ജനങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ ആന വെടികൊണ്ടിട്ട് എങ്ങോട്ടേക്ക് ഓടുകയെന്നായിരിക്കും പറയാൻ കഴിയും. 5-6 കിലോമീറ്റർ ദൂരം വരെ അത് ഓടും. മയക്കുവെടി ഫലപ്രദമല്ലെങ്കിൽ, അതൊന്ന് മയക്കം വരുന്നതിനുള്ളിൽ. അപ്പോൾ ആ ഓടുന്നത് ഏത് ഭാഗത്തേക്കാണ് എന്ന് നിർണ്ണയിക്കാൻ കഴിയാത്ത അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഒരു ബുദ്ധിമുട്ടും സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ മാത്രം എന്തിനാണ് ബുദ്ധിമുട്ട് സഹിക്കുന്നത്? ഈ ചെയ്യുന്നതൊക്കെ ആർക്ക് വേണ്ടിയാണ്? സർക്കാരിന് വേണ്ടി മാത്രമാണ്. ഇത് സർക്കാരിൻ്റെ ഒരു ആവശ്യമായി മാറി എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണല്ലോ അത്. അപ്പോൾ അവർ
എന്നാലും ഞാൻ പറയുന്നത് ഇപ്രാവശ്യം രാഷ്ട്രീയ പാർട്ടികൾ നന്നായി സഹകരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളാരും അങ്ങനൊരു വിമർശനമോ അസ്വസ്ഥതയോ പ്രകടിപ്പിച്ചിട്ടില്ല. അവരിതിൽ നന്നായിട്ട് സഹകരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഒന്നോ രണ്ടോ പേർക്ക് മാറി നിന്ന് വിമർശിക്കാൻ എളുപ്പമുണ്ട്. അവിടെ തീരുമാനിക്കേണ്ടത്, അവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചത്, ആഗ്രഹിക്കുന്നത് ഈ അരിക്കൊമ്പനെ പിടിച്ച് അവരെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ്. ആ ശ്രമത്തിലാണ് നമ്മളിപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പിന്നെന്താ ചോദ്യം? ശ്രമം നടത്തണോ വേണ്ടേ, തുടരണോ വേണ്ടേ എന്നല്ലേ. അപ്പോൾ അത് ആ രൂപത്തിൽ ഫോക്കസ് ചെയ്യപ്പെടുന്നില്ല. കാരണം ഇത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? ഗവൺമെന്റിന് എന്താ ഒരു പിടിവാശിയാക്കി പിന്നെ എന്താണ് അരിക്കൊമ്പൻ വിഷയത്തെക്കുറിച്ചാണ് വനമന്ത്രി വിശദീകരിക്കുന്നത്. നാട്ടുകാർക്ക് ദൗത്യ സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. അരിക്കൊമ്പൻ സ്ഥിരമായി ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കൂടിയാണ്. അത്തരത്തിൽ കൂടി ഗൗരവമായി ഈ വിഷയത്തെ കാണണം. ഈ ദൗത്യ സംഘം വളരെ റിസ്കിയായ ഒരു ജോലിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ആ ദൗത്യ സംഘത്തിൻ്റെ ആ ജോലിയുടെ ഗൗരവം അല്ലെങ്കിൽ അതിൻ്റെ അപകട സ്വഭാവം കൂടിയും തിരിച്ചറിഞ്ഞ് കുറേ കൂടി സംയമനത്തോടു കൂടി കുറേ കൂടി സമചിത്തതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടിയാണ് വനമന്ത്രി വെക്കുന്നത്. ആനയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നടക്കമുള്ള വിഷയങ്ങൾ സീൽഡ് കവറിലാണ് നൽകിയിരിക്കുന്നത്. അത് ആനയെ പിടികൂടിയ ശേഷം മാത്രമേ പൊട്ടിക്കൂ എന്നാണ് ഇപ്പോൾ വനമന്ത്രി പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്തും അതോടൊപ്പം തന്നെ G ശ്രീജിത്തും ചേരുന്നുണ്ട്. അതിനു മുമ്പ് അവരിലേക്ക് മടങ്ങി വരും മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. 67+ crore viewer. അനിശ്ചിതമായി തുടരുകയാണ്. അപ്പോൾ അവരിപ്പോഴും ആ രംഗത്ത് നിന്ന് പിൻവാങ്ങാതെ ആ യുദ്ധം ഭൂമിയിൽ തന്നെയാണുള്ളത്. വിവരങ്ങളുമായി G ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, അരിക്കൊമ്പൻ ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? എന്തായാലും ശശീന്ദ്രൻ പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഇന്നത്തെ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. ഇനി നാളെ പുലർച്ചെ തെരച്ചിൽ ആരംഭിക്കും. പുലർച്ചെ തന്നെ ഏതാണ്ട് 6 മണിയോടുകൂടിയെങ്കിലും തെരച്ചിൽ ആരംഭിക്കും. അതിന് പിന്നാലെ 8 മണിയോടുകൂടി മറ്റ് സംഘാംഗങ്ങൾ, പ്രത്യേകിച്ച് ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള ദൌത്യസംഘം പുറപ്പെടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അതിനു മുൻപ് ഏതെങ്കിലും ഘട്ടത്തിൽ മികച്ച കാലാവസ്ഥയിൽ കണ്ടെത്തിയാൽ അതിനു മുൻപ് പുറപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും പ്രധാന വെല്ലുവിളിയായി തന്നെ അരിക്കൊമ്പൻ എവിടെയെന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ഇന്ന് ഏതെങ്കിലും ഭാഗത്ത് ഉള്ളതായി, ഇപ്പോഴെവിടെയെങ്കിലും ഉള്ളതായുള്ള ഹിന്റ് ലഭിച്ചോ എന്ന ചോദ്യത്തിന് അതുതന്നെയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നാണ് മൂന്നാർ DFO കൂടിയായ ദൌത്യ സംഘത്തിലുള്ള രമേശ് ബിഷ്ണോയ് IFS പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നിനി തെരച്ചിൽ കാര്യമായില്ല, തെരച്ചിലേക്ക് പോകുന്നില്ല. പകരം കാരണം സ്റ്റാഫെല്ലാം പുലർച്ചെ മുതൽ തന്നെ ജോലിയിലാണ്, ഇന്നലെയും ജോലിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വിശ്രമം നൽകുകയാണ്. പകരം നാളെ രാവിലെ മുതൽ ഈ ദൌത്യം ആരംഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ അരിക്കൊമ്പൻ എവിടേക്ക് പോയി എന്ന ചോദ്യം തന്നെയാണ് വനംവകുപ്പും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലത്തിൽ എവിടെയെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. വാച്ചർമാരെല്ലാം ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന വലിയ ശ്രമമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിനൊടുവിലും ഈ അരിക്കൊമ്പനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഈ ദിവസത്തിന്റെ ഏറ്റവും അവസാനം അവർ നൽകുന്ന വിവരം. എന്തായാലും ഇന്നത്തെ ദൌത്യം അവസാനിച്ചിരിക്കുകയാണ്. നാളെ ദൌത്യം തുടരും. പ്രധാനപ്പെട്ടത് നാളെയും നിരോധനാജ്ഞ ഇന്നലത്തെ പോലെ തന്നെ തുടരും. ചാന്തമ്പാറ പഞ്ചായത്തിലെ 3 വാർഡുകളും ഒപ്പം തന്നെ ഇപ്പോൾ ഉള്ള ചിന്നക്കനാൽ വാർഡിലും ചിന്നക്കനാൽ പഞ്ചായത്തിലും നിരോധനാജ്ഞ തുടരും. അതേപോലെ തന്നെ മറ്റന്നാളും, നാളെ വിജയിച്ചില്ല എങ്കിൽ മറ്റന്നാളും നിരോധനാജ്ഞയ്ക്കുള്ള സാധ്യതയാണ് ഫോറസ്റ്റ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. അവർ റവന്യൂ വകുപ്പിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആദ്യ ദിവസത്തെ അരിക്കൊമ്പൻ ദൌത്യം വിജയിക്കാതെ അവസാനിച്ചിരിക്കുകയാണ്. ധന്യ. ശരി, ഇതിപ്പോ വലിയ ദൗത്യമാണ്, വെല്ലുവിളികൾ നേരിടുമെന്നാണ് ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞിരിക്കുന്നത്. ഏത് ഭാഗത്തേക്ക് മാറ്റും എന്ന കാര്യങ്ങളിൽ കൂടി വ്യക്തത വരാനുണ്ട്. ഇപ്പോൾ അത് പറയില്ലെന്ന് മന്ത്രിയും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള സൂചനകൾ ലഭ്യമാണോ? കൃത്യമായിട്ടൊരു സമയം പറയാനാകില്ലെങ്കിൽ കൂടി വരും ദിവസങ്ങളിൽ, എന്ന് വെച്ചാൽ നാളെ തന്നെ പിടികൂടാനുള്ള സാധ്യതയാണോ ഈ സംഘം കാണുന്നത്? ധന്യ, അരിക്കൊമ്പനെ പിടിച്ച് വെടിവെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പോഴത്തെ പ്രധാന ദൌത്യമായി മാറിയിരിക്കുന്നത് അരിക്കൊമ്പൻ എവിടെയെന്ന് കണ്ടെത്തുക എന്നതാണ്. ഇന്ന് ഒരു പകൽ മുഴുവൻ, ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്ന അരിക്കൊമ്പൻ ഇന്ന് എവിടെ എന്ന ചോദ്യം ഇത്ര അധികം സംഘാംഗങ്ങൾ ചേർന്ന് നടത്തിയ തെരച്ചിലും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് വനംവകുപ്പിന് മുന്നിൽ ഒരു വലിയ ആശങ്കയായി നിൽക്കുകയാണ്. അവർക്കൊരു വലിയ വെല്ലുവിളിയായി തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം അരിക്കൊമ്പനെ കണ്ടെത്തുക, അതിനുവേണ്ടിയുള്ള ശ്രമമായിരിക്കും ഉണ്ടാകുക. അതിനുശേഷം കണ്ടെത്തിയാൽ അതാത്
സ്ഥലത്തേക്ക് പോയി ലൊക്കേറ്റ് ചെയ്ത് അവിടെയൊക്കെ ദൗത്യം പക്ഷേ ഈ കണ്ടെത്തുന്നത് കാട് ഉള്ളിലേക്കുള്ള സ്ഥലമാണ്. റോഡ് വണ്ടി വാഹനമൊന്നും എത്താത്ത സ്ഥലത്താണെങ്കിൽ അതും വലിയ പ്രതിസന്ധിയാവും അല്ലേ? കാരണം അവിടുന്ന് അരിക്കൊമ്പനെ മാറ്റാനുള്ള ഒരു മാറ്റുന്നതിലുള്ള ബുദ്ധിമുട്ട് കാരണം അരിക്കൊമ്പൻ മാറിയാൽ മാത്രമല്ലേ പിന്നെ വെടിവെക്കാനാവുള്ളൂ? ധന്യ, അവിടെയും ഉള്ള മറ്റൊരു ഓപ്ഷൻ അരിക്കൊമ്പനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. കണ്ടെത്തിയാൽ അതാത് സ്ഥലത്ത് നിന്ന് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് ഓടിച്ച് പടക്കവും മറ്റും കത്തിച്ചെറിഞ്ഞ് അവിടെ നിന്ന് മാറ്റി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആനകളെ ചില സ്ഥലങ്ങളിൽ നിന്ന് അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം നടക്കുകയാണ്. ദൗത്യസംഘം അതിന്റെ പ്രവർത്തനങ്ങളിലാണ്. ഇപ്പോൾ സിങ്ക് കണ്ടത്ത് അരിക്കൊമ്പനെ കണ്ടെത്തി എന്നുള്ള വിവരമാണ്. അത്തരമൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ അവിടുത്തെ തഹസിൽദാരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ റിപ്പോർട്ടർ TG സജിത്ത് ഈ സിങ്ക് കണ്ടത്ത് ആനയെ കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ കാടാണ്, കാടിനുള്ളിൽ എവിടെയെന്ന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി സജിത്തിലേക്ക്. സജിത്ത്, ഇപ്പോൾ ഈ സജിത്ത് നമ്മുടെ ക്യാമറ അടക്കം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആന ഈ ഒരു തുറസായ സ്ഥലത്തേക്ക് എത്തിയാൽ കാണാൻ കഴിയുമോ? ഞാൻ നിൽക്കുന്ന ഇടത്തു നിന്ന് നോക്കിയ ആനയെ ഇപ്പോൾ കാണാൻ കഴിയില്ല. പക്ഷേ മുമ്പ് രാവിലെ ഇതിലെ ഒരു ആന കടന്നുപോയത് നമ്മൾ കണ്ടിരുന്നു. അതിന് പിന്നാലെ നടത്തിയ നിരീക്ഷണത്തിലാണ് വനംവകുപ്പിന് അരിക്കൊമ്പനെ മുകളിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന മലയുടെ മുകൾ ചെരുവിലാണ് ആനയെ വനംവകുപ്പ് ദൗത്യസംഘം കണ്ടെത്തി ഇപ്പോൾ അവരെ നിരീക്ഷിക്കുന്നത്. പക്ഷേ നമുക്കറിയാനാവുന്നത് ആനയെ താഴ്ഭാഗത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എന്നെങ്കിൽ മാത്രമേ ഈ മയക്കുവെടി വയ്ക്കാൻ ദൗത്യം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ സാധ്യമാവൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അങ്ങനെയെങ്കിൽ അതിനുള്ള ഒരു കാത്തിരിപ്പാണിത്. എന്തായാലും വനംവകുപ്പ് സംഘം കൂടുതൽ സജീവമായിട്ടുണ്ട്. ആ മേഖലയിലേക്ക് കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തുന്നു, അതിൻ്റെ സാധ്യതകൾ നടക്കുന്നു. എന്തായാലും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദ്യോഗികമായ പുതിയ നീക്കങ്ങളുടെ സ്ഥിരീകരണമൊക്കെ വരേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ആ മലഞ്ചെരുവിൻ്റെ ഭാഗത്താണ് ആനയുള്ളത്. അത് ഇപ്പോൾ ക്യാമറകളിൽ നമുക്ക് ദൃശ്യമല്ല. കാരണം വിശാലമായ മലഞ്ചെരുവാണ്, വിശാലമായ പുൽമേടാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കത് ക്യാമറയിൽ കൃത്യമായ ലൊക്കേഷൻ കാണിക്കാൻ ഇപ്പോൾ കഴിയുന്നതല്ല. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ആന താഴ്ഭാഗത്തേക്ക് ആനയെ കൊണ്ടുവരും, അതിനെ നീക്കി കൊണ്ടുവരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ക്യാമറകളിലടക്കം കണ്ണുകൾ കൊണ്ടടക്കം കാഴ്ച സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു പരിധിയിലേക്ക് അതിനെ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും. ഒപ്പം കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കൂടുതൽ ഇടത്തേക്ക് മാധ്യമങ്ങൾക്ക് ഇന്ന് പ്രവേശനം അനുവദിച്ചിട്ടില്ല. കാരണം ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയും ഒപ്പം തന്നെ ഈ ദൗത്യം നടക്കുന്നത് കൊണ്ടും അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് അത്തരം ചില നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നത്. സജിത്ത്, എങ്ങനെയാണ് ഈ ആനയെ ഈ മുകൾ സ്ഥലത്ത് നിന്ന് താഴെ പരമാവധി നിരപ്പായ ഒരു സ്ഥലത്തേക്ക് വനംവകുപ്പ് എത്തിക്കുക? അതിനുള്ള ശ്രമം പടക്കം പൊട്ടിക്കാണ്, എന്താണ് അതിന് ചെയ്യുന്നത്? അതായത് വനംവകുപ്പ് ഈ ദൗത്യസംഘത്തിന് പല ടീമുകളായി തിരിഞ്ഞാണ് ഇവരുടെ ദൗത്യം നടക്കുന്നത്. മുന്നിൽ നിരീക്ഷണ സംഘമാണ് ഉള്ളത്. നിരീക്ഷണ സംഘം ആനയുടെ ലൊക്കേഷൻ മനസ്സിലാക്കുന്നു, ആനയുടെ മൂവ്മെന്റും മറ്റു നീക്കങ്ങളും ഒക്കെ മനസ്സിലാക്കിയുള്ള നീക്കമാണ് നടക്കുന്നത്. അതിനനുസരിച്ച് അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ, അവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തൊട്ടു പിന്നിലുള്ള ഈ മയക്കുവെടി വെക്കാൻ സജ്ജമായിരിക്കുന്ന ഡോക്ടർമാരുടെ അടക്കമുള്ള സംഘം നീങ്ങുക. ഈ തരത്തിലാണ് അവരുടെ ക്രമീകരണം അവർ പൊതുവിൽ നടത്താറുള്ളത്. നമുക്ക് അല്പം മുമ്പ് ഒരു സ്ഥിരീകരിക്കാത്ത വിവരം കൂടി ലഭ്യമായിട്ടുണ്ട്. അതായത് ഈ അരിക്കൊമ്പന്റെ സമീപം ചക്കക്കൊമ്പൻ എന്ന മറ്റൊരു ആന കൂടി നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം. പക്ഷേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. അത് ആനകൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിന് ഇടയാക്കുമോ എന്ന ആശങ്ക പോലും ഇടയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളിലൊക്കെ വനത്തിനുള്ളിൽ നടക്കുന്ന കാര്യമാണ്. സ്ഥിരീകരണം ലഭ്യമാവേണ്ടതുണ്ട്. എന്തായാലും ആനയെ ട്രാക്ക് ചെയ്യപ്പെട്ടു എന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി തന്നെ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ആന എവിടെയുണ്ട് എന്നത് ട്രാക്ക് ചെയ്യപ്പെട്ടു. അതായത് ഇപ്പം ആന ട്രാക്ക് ചെയ്യപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് ഉള്ളതെങ്കിൽ നമുക്ക് വ്യക്തമാവുന്നത് ഇന്നലെ രാത്രി അരിക്കൊമ്പനെ കണ്ടതിടത്തു നിന്നും കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് ഈ ആന ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നീങ്ങിപ്പോയി എന്നതാണ്. അതായത് ഇന്നലെ ഈ ശങ്കരപാണ്ഡ്യ മേട് എന്ന സ്ഥലത്താണ് ഉണ്ടായത്. അതാണെങ്കിൽ ഈ ആനയിറങ്കൽ ജലാശയത്തിന്റെ മറുവശത്തായി ഹൈവേക്ക് മുകൾ സൈഡിലായുള്ള മറ്റൊരു സ്ഥലത്താണ്. അവിടെ നിന്നും കിലോമീറ്ററുകൾ കടന്ന് ഈ ആനയിറങ്കൽ ജലാശയം നീന്തിക്കടന്ന് മറ്റൊരു സൂര്യനെല്ലി സിങ്കുകണ്ടം ഭാഗത്തേക്ക് നീങ്ങി ആന വന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെയെങ്കിൽ കിലോമീറ്ററുകൾ ഈ സമയം കൊണ്ട് ആന സഞ്ചരിച്ചിട്ട് ഉണ്ടാവണം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ തന്നെ
ഈ അരിക്കൊമ്പൻ്റെ ഒരു രീതി അത് തന്നെയാണ്. കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെയെങ്കിൽ അത് ശരിയാണെന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. എന്തായാലും കൂടുതൽ വനംവകുപ്പ് സംഘമടക്കം അവിടെ ആ മേഖലകളിലേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ട്. ദൗത്യം അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ആദ്യഘട്ടമായി ആനയെ ട്രാക്ക് ചെയ്തു. അക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം തന്നെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഇനി രണ്ടാം ഘട്ടമാണ്. അത് ആനയെ സുരക്ഷിതമായ ഒരിടത്ത്, അതായത് ഈ ദൗത്യം നിർവഹിക്കാൻ കഴിയുന്ന ഒരു ഇടത്ത് വെച്ച് ആനയെ മയക്കുപിടി വെക്കണം, അവിടേക്ക് എത്തിക്കണം. സ്വാഭാവികമായും പടക്കം പൊട്ടിച്ചും മറ്റും ആനയെ അങ്ങോട്ടേക്ക് മാറ്റുക എന്ന രീതിയാണ് സാധാരണ രീതിയിൽ ഈ ദൗത്യസംഘം കാണിക്കാറുള്ളത്. ആ ഇത്തരം ശൈലി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാവണം വീണ്ടും ദൗത്യം അതിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ടാവുക. സജിത്ത് എന്തായാലും തുടരുക. നമുക്ക് ശ്രീജിത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീജിത്തെ, ഈ വനംവകുപ്പിന്റെ ദൗത്യ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഈ അരിക്കൊമ്പനൊപ്പം മറ്റ് 2 ആനകൾ എന്നതാണ് പറയുന്നത്. അതവർ ഈ അരിക്കൊമ്പൻ എന്ന് സ്ഥിരീകരിക്കുന്നു, മറ്റ് 2 ആനകൾ ഉണ്ട് എന്നുകൂടി സ്ഥിരീകരിക്കുന്നു. അവ മാറാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ കണ്ടെത്തിയ സ്ഥലത്ത് കാര്യമായ ബുദ്ധിമുട്ടുകളില്ല, ഏതാണ്ട് ഉചിതമായ സ്ഥലം എന്നൊക്കെ തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഈ ദൗത്യസംഘം ഏതാണ്ട് തൊട്ടടുത്തുണ്ട്. ഒന്നുകൂടി സ്ഥിരീകരിച്ച ശേഷം ഔദ്യോഗികമായി അന്തിമമായൊരു വിവരം നൽകാമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അരിക്കൊമ്പനെ രാവിലെ കണ്ടെത്തിയെന്ന ഏറ്റവും ആശ്വാസകരമായ വാർത്ത തന്നെയാണ് നമുക്ക് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്നത്. ഈ വെടിവെക്കുക ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നതേ ഉള്ളൂ. എന്തായാലും ഇവിടെ ഈ ബേസ് ക്യാമ്പിൽ ഈ വഴിയൊരുക്കുന്നതിനടക്കം JCBകൾ അടക്കം ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം ഉടൻ ഒരുങ്ങി നിൽക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ആനയെ കൊണ്ടുപോകാനുള്ള കൂടുകൾ ഇനിയും എത്തിയിട്ടില്ല. എന്തായാലും നിലവിൽ സൂര്യവല്ലി ഭാഗത്തായിട്ട് ആനയുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ഔദ്യോഗികമായി ലഭിക്കുന്നത്. പക്ഷേ അതിലൊരു സ്പോട്ട് ചെയ്ത് വളരെ കൃത്യമായി വെടിവെക്കാൻ കഴിയുന്ന സാഹചര്യമാണോ എന്നതടക്കം വ്യക്തമാക്കിക്കൊണ്ട് അതിലൊരു തുടർ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും വൈകാതെ ഇവിടെ നിന്ന് മറ്റ് സംഘങ്ങൾ കൂടി, അതായത് ആനയെ വെടിവെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റ് സംഘങ്ങൾ കൂടി ഇവിടെ നിന്ന് പുറപ്പെടും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. എന്തായാലും വൈകാതെ പല ഫോറസ്റ്റ് ടീമുകളും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പുറപ്പെടാൻ തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൊട്ടപ്പുറത്ത് JCB ഉൾപ്പെടെ ഉള്ളവയുമുണ്ട്. എന്തായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ മറ്റൊരു സംഘം കൂടി ഇവിടെ നിന്ന് തിരിക്കുന്നു. ഇവർക്കെല്ലാവർക്കും കൃത്യമായ ഇവിടെ കാത്തിരിക്കുന്നതിന് കൃത്യമായ ഓരോരുത്തർക്കും ഓരോ ടീമിനും ഓരോരോ നിർദ്ദേശങ്ങളുണ്ട്. ട്രാൻസ്പോർട്ടിംഗ് ടീം അടക്കമുള്ള ടീമുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരിൽ ചിലർ കൂടി ഇവിടെ നിന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വാഹനം തന്നെയാണ്, അവർ കൂടി പുറപ്പെടുകയാണ്. പക്ഷേ JCB ഇപ്പോഴും പുറപ്പെട്ടിട്ടില്ല. JCB അല്പസമയം കൂടി കഴിഞ്ഞാൽ മാത്രം പുറപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ JCB പുറപ്പെടാൻ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു, അതായത് ഒരുങ്ങി നിൽക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഈ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ട്രാൻസ്പോർട്ടിംഗ് ടീം ഈ കൊണ്ടുപോകേണ്ട വാഹനങ്ങളൊക്കെ. ശ്രീജിത്ത്, ഒരു ചെറിയ സംശയം കൂടി. ഈ സൂര്യനെല്ലി ഭാഗത്തേക്കാണ് ആന എത്തുന്നതെങ്കിൽ സൂര്യനെല്ലി ഭാഗത്ത് വെച്ച് ഈ മയക്കുവെടി വെക്കാൻ കഴിയുന്ന ഒരു മേഖലയാണോ അത്? സൂര്യനെല്ലി ഉൾപ്പെടെ എന്തായാലും ഈ ശങ്കരപാണ്ഡിമേട് പോലെയുള്ള വളരെ ഉയർന്ന കുന്നുകളുള്ള സ്ഥലമൊന്നുമല്ല സൂര്യനെല്ലി. അതുകൊണ്ട് തന്നെ അവിടെയും സാധ്യതകളുള്ള സ്ഥലമുണ്ട്. പക്ഷേ കുന്നുകളും കുന്നിൻ ചരിവുകളും ഒക്കെയുള്ള മേഖല കൂടിയാണ്. നിലവിൽ ഈ ആനയെ കണ്ടെത്തിയ സ്ഥലത്ത് വാഹനം എത്തുന്നോ എന്നുള്ള കാര്യത്തിൽ അടക്കം ഇനി സ്ഥിരീകരണം വരാനുണ്ട്. എന്തായാലും നിലവിൽ നമ്മളൊരു DFOയോട് സംസാരിച്ചപ്പോൾ ഉചിതമായ സ്ഥലത്താണ് അവർ ഈ പ്രതീക്ഷിക്കുന്ന ഉചിതമായ സ്ഥലം എന്നുള്ളത്. കേവലം ഈ ശങ്കരപാണ്ഡിമേട് പോലുള്ള വലിയ കുന്നുകൾ മാറ്റി നിർത്തിയാൽ ഈ 301 കോളനി അല്ലെങ്കിൽ സിംഗുകണ്ടം, സിമന്റ് പാലം, സൂര്യനെല്ലി ഒക്കെയുള്ള മേഖലകളിൽ നിന്ന് ആനയെ ഓടിച്ചു വേണമെങ്കിൽ ആനയെ ട്രാക്ക് ചെയ്തു അവിടെ നിന്ന് പടക്കം പൊട്ടിച്ച് അവിടെ നിന്ന് മാറ്റി ഇപ്പുറത്തേക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് എത്തിക്കാൻ കൂടി കഴിയുമെന്നുള്ളതാണ്. എന്തായാലും വൈകാതെ ഈ ആന നിൽക്കുന്ന സ്ഥലം ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് മാറ്റി ഉചിതമായ സ്ഥലത്തേക്ക് എത്താൻ കൂടി കഴിയും എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. എന്തായാലും വൈകാതെ ആനയുടെ മേൽ ദൗത്യം നിർവഹിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഈ സംഘാംഗങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിവരം, ഇത് സംബന്ധിച്ചുള്ള വലിയ ശ്രമത്തിലാണ്. പല ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ പിന്നീട് വിളിച്ചപ്പോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം അവർ ഈ ദൗത്യത്തിന്റെ ഭാഗമാണ്. അവരിത്തിരി ഈ കാട്ടിനുള്ളിലേക്ക് കുറച്ചുകൂടി ഉയർന്ന പ്രദേശത്തേക്ക്
അവർ കടന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലർക്കും റേഞ്ച് കിട്ടാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ട്. എന്തായാലും ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി അന്വേഷിക്കുക. നമുക്ക് ഔദ്യോഗികമായ ചില സ്ഥിരീകരണങ്ങൾ കൂടി ലഭ്യമാകാനുണ്ട്. അത് ഐശ്വര്യ വനംമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ്. ഐശ്വര്യ, എന്താണ് വനംമന്ത്രി പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ? ദൗത്യ സംഘത്തിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടായിരുന്നു വനം മന്ത്രിയുടെ പ്രതികരണം. അരിക്കൊമ്പനെ ദൗത്യസംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അനുയോജ്യമായ സ്ഥലത്ത് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ജാഗ്രതയോടുകൂടി ദൗത്യസംഘം നടത്തി വരികയാണ്. ഇത് ദുഷ്കരമായ ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ദൗത്യം വൈകുന്നത് എന്നുള്ള വിശദീകരണമാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നാൽ ഇന്ന് തന്നെ അരിക്കൊമ്പനെ പിടികൂടാനാകും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി വനം വകുപ്പിനുണ്ട്. പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ഫലപ്രാപ്തിയിൽ എത്തട്ടെ എന്നുള്ളതായിരുന്നു മന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് കടുത്ത സമ്മർദ്ദമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ അരിക്കൊമ്പന്റെ ദൗത്യസംഘം അവിടെ എത്തി പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും നിരവധി ട്രോളുകളും മറ്റുമൊക്കെ വരുന്ന സാഹചര്യം, വിമർശനങ്ങൾ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഈ ദൗത്യ സംഘത്തിന്റെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നതാണ് എന്ന രീതിയിലാണെന്ന് മന്ത്രി പ്രതികരിച്ചത്. വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് അവരുടെ ആത്മവീര്യം, അതായത് ഈ ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം തകർക്കുമോ എന്നുള്ള ഭയം ഉണ്ട് എന്നും മന്ത്രി പ്രതികരിച്ചു. ഒപ്പം തന്നെ അത്തരത്തിലുള്ള ശ്രമങ്ങളിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം തകർക്കുന്ന ശ്രമങ്ങളിൽ ശിങ്കുകണ്ടത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി TG സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? നമുക്ക് ചില ദൃശ്യങ്ങൾ ലഭ്യമാക്കാനുണ്ട്. ദൃശ്യങ്ങൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ക്യാമറയിലൂടെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ദൗത്യസംഘം മുന്നോട്ട് പോകുന്ന ദൃശ്യമാണ്. അങ്ങ് മലഞ്ചെരുവിൽ അങ്ങ് ദൂരെ ക്യാമറയിൽ നിന്നും വളരെ ദൂരത്തായി ഉള്ള ദൃശ്യമാണ്. കാണാൻ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ആളുകൾ നടന്നു പോകുന്നത് മുഖമൊന്നും വ്യക്തമല്ലെങ്കിൽ ആളുകൾ നടന്നു പോകുന്നതാണെന്ന് വ്യക്തമാണ്. അതെ, അവിടെ ആ ദൗത്യസംഘം ആനയുടെ സമീപത്തേക്ക് നീങ്ങുകയാണ്. അതായത് മുമ്പ് നമുക്ക് ലഭിച്ച വിവരം വളരെ കൃത്യമാണ് എന്ന് വേണം നമുക്ക് കരുതാൻ. അതായത് ആ മലഞ്ചെരുവിന് മുകളിലാണ് ആനയുള്ളത്. അവിടെ സൂര്യനെല്ലി മലനിരകളുടെ ശിങ്കുകണ്ഠം ഭാഗമാണ്. ആ ഭാഗത്തായിട്ടാണ് ആനയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടം കേന്ദ്രീകരിച്ച് ഇപ്പോൾ ദൗത്യസംഘം പതിയെ നീങ്ങുന്നതാണ് നമുക്ക് കാണാനാവുന്നത്. അവിടെ നമുക്ക് ഓഫ് റോഡാണ്, മറ്റു വാഹനങ്ങൾക്കൊന്നും സാധ്യമാവുന്ന ഇടമല്ല. അവിടെ ഇപ്പോൾ വനംവകുപ്പിന്റെ പ്രത്യേക ജീപ്പ് ഒക്കെ അങ്ങോട്ട് നീങ്ങുന്നുണ്ട്. എന്തായാലും ഏറെക്കുറെ ദൗത്യസംഘം ആനയ്ക്ക് സമീപത്തേക്ക് എത്തുന്നു. നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെയുള്ള ചില കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. അതായത് ഒന്ന്, ഈ അരിക്കൊമ്പന് സമീപത്ത് മറ്റ് ആനകളുണ്ടോ, ആനകൾ ഉണ്ടെങ്കിൽ അവയെ അവിടുന്ന് നീക്കേണ്ടതില്ലേ, അതല്ലാതെ മയക്കുവെടി വെക്കാൻ സാധ്യമാകുമോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാവേണ്ടതുണ്ട്. മറ്റൊന്നുകൂടിയുള്ളത്, ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് തന്നെ വെച്ച് മയക്കുവെടി വെക്കാൻ കഴിയുമോ, സുരക്ഷിതമായൊരു ഇടമാണോ, പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന സ്ഥലമാണോ, അതല്ല മറ്റൊരു സ്ഥലത്തേക്ക് ആനയെ നീക്കിക്കൊണ്ടുവരേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ദൃശ്യങ്ങളിൽ വനം വകുപ്പിന്റെ നീക്കങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഒരുപക്ഷെ കാത്തിരുന്നാൽ ആനയുടെ തന്നെ ചില ദൃശ്യങ്ങൾ നമുക്ക് എത്തിക്കാനും കഴിഞ്ഞേക്കും. എന്തായാലും അവിടെ തന്നെ ആ മേഖലയിൽ തന്നെയാണ് അരിക്കൊമ്പനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ കേന്ദ്രീകരിച്ചു തന്നെയാണ് ഇപ്പോൾ ദൗത്യ സംഘത്തിന്റെ നീക്കം. കിരൺ, സജിത്തെ, ഈ ആളുകൾ നടന്നു പോകുന്നതിന് പിന്നാലെ പോകുന്നത് വാഹനമാണോ? തീർച്ചയായിട്ടും ഒരു വനംവകുപ്പിന്റെ വാഹനമാണ് കടന്നു പോകുന്നത്. ഒരു ജീപ്പ് ആണ് അതിലേക്ക് കടന്നു പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വനംവകുപ്പിന്റെ സംഘത്തിന് തൊട്ടു പിന്നാലെ തന്നെ ജീപ്പുമുണ്ട്. അവിടെ ഈ ദൗത്യത്തിന്റെ ഭാഗമായ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളിലേക്ക് അവർ കടക്കുന്നു. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ആദ്യം നീങ്ങുന്നത് ഈ സംഘത്തിലുള്ള നിരീക്ഷണ സംഘമാവും. അതായത് ആനയെ നിരീക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംഘമാവും. തൊട്ട് പിന്നാലെ പോകുന്നത് ഒരുപക്ഷെ മയക്കുവെടി വെക്കാൻ വിദഗ്ധരായ അരുൺ സക്കറി അടക്കമുള്ള ഡോക്ടർമാർ ഒരുപക്ഷെ ആ ജീപ്പിലും ഉണ്ടാവാം. ആ തരത്തിലാണ് അവരുടെ നീക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് ആ ജീപ്പ് മറഞ്ഞിരിക്കുന്നു, മറ്റൊരു മേഖലയിലേക്ക് അവർ കടന്നുപോയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അവിടെ ദൗത്യസംഘം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആനയുടെ സമീപത്ത് തന്നെ അവർ ഉണ്ടായിരിക്കാം, അവിടെ ഇടപെടൽ നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് കാത്തിരിക്കുന്ന ആ ശുഭകരമായ വാർത്ത ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്തായാലും അവിടുത്തെ സാഹചര്യങ്ങൾ, കാലാവസ്ഥ അനുകൂലമാണ്. അത് ഈ പ്രദേശത്ത് ഇന്ന് വളരെ കാലാവസ്ഥ അനുകൂലമാണ്. ഇന്ന് 3 മണി വരെ ദൗത്യത്തിനുള്ള ശ്രമം തുടരുമെന്ന് രാവിലെ തന്നെ ദൗത്യ സംഘാംഗങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ ദൗത്യത്തിനുള്ള അടുത്ത ഘട്ടത്തേക്ക് നടക്കുന്നു. വരുന്ന മിനിറ്റുകളിൽ ഒക്കെ നമുക്ക് കൃത്യമായി എന്തായാലും സജിത്ത് അവിടെ തന്നെ തുടരുക. നമ്മുടെ ക്യാമറയ്ക്ക് ആ ദൃശ്യങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ആനക്കരികിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ദൗത്യസംഘവും ഒക്കെ പോകുന്ന ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അരിക്കൊമ്പൻ മിഷനിലേക്ക് തന്നെ.
ഒക്കെയുണ്ട്. Today we were not able to locate the Arikomban, so we have wind up our operation. So we are telling all the line department to go back, and tomorrow again we are going for the operation. Tomorrow morning, early morning, our team will again start tracking this Arikomban, and if it is there, then by 8 o'clock we will again start the operation. And tomorrow, if weather condition is okay, we will go with the operation. If it is not okay, then Matanal again we will go with the operation. Now again 144 we have requested our sub collector to issue 144. Matana also 144 will be. Is there any hints that Arikomban stands anywhere? No, we are that is the main issue. Full day we are try to locate that one. So we are not able to locate it. Tracking continue. Tracking will be continued. Today night also. Night like two staff, because full day staff is like they want rest also. Yesterday night they have started. So early morning we will start tracking, and if it is there, then we will go with the operation. Same operation. നാളെ മിഷൻ തുടരും. Now mission is there. അപ്പോൾ ഈ ട്രാക്കിംഗ് ടീം ഇന്ന് ചക്കക്കൊമ്പനാണോ എന്നൊരു സംശയം കൂടെ ഉണ്ട്. അതിലാണ് അത് ഇത് പിന്നെ ഈ ചക്കക്കൊമ്പൻ വന്നതുകൊണ്ട് ഇത് അവിടുന്ന് മാറിപ്പോയെന്നാ പറയുന്നത്. വെളുപ്പിന് പരിപാടി ഉണ്ടായിരുന്നോ? വെളുപ്പിന് വരെ ഉണ്ടായിരുന്നു. ചക്കക്കൊമ്പൻ വന്നതുകൊണ്ട് ഈ അരിക്കൊമ്പൻ അവിടുന്ന് മാറിയെന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ എങ്ങോട്ട് പോയിന്നാ കരുതുന്നത്? ചിലപ്പോൾ ശങ്കരവാണിയമ്മട്ടക അല്ലെങ്കിൽ 7 ഏക്കർ ആ ഭാഗത്തോട്ട് അവിടെ നോക്കുന്നുണ്ട്. അവിടെ കൺഫർമേഷൻ ഉണ്ടോ അവിടെ ഉള്ളതായിട്ട് കൺഫർമേഷൻ ഇല്ല. ശ്രമം അവസാനിപ്പിച്ചോ? അതോ അവസാനിപ്പിച്ചിട്ടില്ല. തുടരും. അത് സമയമൊക്കെ തീരുമാനിക്കുന്ന വനം വകുപ്പാണ്. ഈ 3 മണി ഒരു സമയമുണ്ടോ? അങ്ങനെ സമയമൊന്നുമില്ല, വനം വകുപ്പാണ് അത് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സേവനം എത്ര മണി വരെയൊക്കെ ആവശ്യം? നമ്മുടെ സേവനം അവര് പിന്നെ അതായത് ദൗത്യം അവസാനിപ്പിക്കുന്നിടം വരെ നമ്മുടെ സേവനം. അപ്പൊ ഇന്നില്ലെങ്കിൽ നാളെ വീണ്ടും തുടരുമോ? അത് എന്നാണ് അടുത്തത് തുടരുന്നതെന്നൊക്കെ അതൊക്കെ വനം വകുപ്പിന്റെ. ട്രാക്കിംഗ് ടീം ഇന്ന് മറ്റ് 17 ആനകളെ ലൊക്കേറ്റ് ചെയ്തു. അരിക്കൊമ്പൻ ദൌത്യം അവസാനിപ്പിച്ചിട്ടില്ലെന്നും ശ്രമം തുടരുമെന്നും വനമന്ത്രി A.K. ശശീന്ദ്രൻ പ്രതികരിച്ചു. ആനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ആണ് ഈ അരിക്കൊമ്പൻ ഇപ്പോൾ ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്നും ആനയെ മാറ്റി തനിച്ച് കിട്ടുമ്പോഴാണ് പിടിവെക്കാനാവുക. ഇപ്പോൾ അത് ആ ദൗത്യം അനിശ്ചിതമായി തുടരുകയാണ്. അപ്പോൾ അവരിപ്പോഴും ആ രംഗത്ത് നിന്ന് പിൻവാങ്ങാതെ ആ യുദ്ധ ഭൂമിയിൽ തന്നെയാണുള്ളത്. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, അരിക്കൊമ്പൻ ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? എന്തായാലും ശശീന്ദ്രൻ പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഇന്നത്തെ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. ഇനി നാളെ പുലർച്ചെ തെരച്ചിൽ ആരംഭിക്കും. പുലർച്ചെ തന്നെ ഏതാണ്ട് 6 മണിയോടുകൂടിയെങ്കിലും തെരച്ചിൽ ആരംഭിക്കും. അതിന് പിന്നാലെ 8 മണിയോടുകൂടി മറ്റ് സംഘാംഗങ്ങൾ, പ്രത്യേകിച്ച് ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള ദൌത്യ സംഘം പുറപ്പെടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അതിനു മുൻപ് ഏതെങ്കിലും ഘട്ടത്തിൽ മികച്ച കാലാവസ്ഥയിൽ കണ്ടെത്തിയാൽ അതിനു മുൻപ് പുറപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും പ്രധാന വെല്ലുവിളിയായി തന്നെ അരിക്കൊമ്പൻ എവിടെയെന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ഇന്ന് ഏതെങ്കിലും ഭാഗത്ത് ഉള്ളതായി, ഇപ്പോഴെവിടെയെങ്കിലും ഉള്ളതായുള്ള ഹിന്റ് ലഭിച്ചോ എന്ന ചോദ്യത്തിന് അതുതന്നെയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നാണ് മൂന്നാർ DFO കൂടിയായ ദൌത്യ സംഘത്തിലുള്ള രമേശ് ബിഷ്ണോയ് IFS പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നിനി തെരച്ചിൽ കാര്യമായില്ല, തെരച്ചിലേക്ക് പോകുന്നില്ല. പകരം കാരണം സ്റ്റാഫെല്ലാം പുലർച്ചെ മുതൽ തന്നെ ജോലിയിലാണ്, ഇന്നലെയും ജോലിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വിശ്രമം നൽകുകയാണ്. പകരം നാളെ രാവിലെ മുതൽ ഈ ദൌത്യം ആരംഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ അരിക്കൊമ്പൻ എവിടേക്ക് പോയി എന്ന ചോദ്യം തന്നെയാണ് വനംവകുപ്പും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലത്തിൽ എവിടെയെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. വാച്ചർമാരെല്ലാം ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന വലിയ ശ്രമമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിനൊടുവിലും ഈ അരിക്കൊമ്പനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഈ ദിവസത്തിന്റെ ഏറ്റവും അവസാനം അവർ നൽകുന്ന വിവരം. എന്തായാലും ഇന്നത്തെ ദൌത്യം അവസാനിച്ചിരിക്കുകയാണ്. നാളെ ദൌത്യം തുടരും. പ്രധാനപ്പെട്ടത് നാളെയും നിരോധനാജ്ഞ ഇന്നലത്തെ പോലെ തന്നെ തുടരും. ചാന്തമ്പാറ പഞ്ചായത്തിലെ 3 വാർഡുകളും ഒപ്പം തന്നെ ഇപ്പോൾ ഉള്ള ചിന്നക്കനാൽ വാർഡിലും ചിന്നക്കനാൽ പഞ്ചായത്തിലും നിരോധനാജ്ഞ തുടരും. അതേപോലെ തന്നെ മറ്റന്നാളും, നാളെ വിജയിച്ചില്ല എങ്കിൽ മറ്റന്നാളും നിരോധനാജ്ഞയ്ക്കുള്ള സാധ്യതയാണ് ഫോറസ്റ്റ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. അവർ റവന്യൂ വകുപ്പിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആദ്യ ദിവസത്തെ അരിക്കൊമ്പൻ ദൌത്യം വിജയിക്കാതെ അവസാനിച്ചിരിക്കുകയാണ്. ധന്യ. ശരി, ഇതിപ്പോ വലിയ ദൗത്യമാണ്, വെല്ലുവിളികൾ നേരിടുമെന്നാണ് ഡോക്ടർ അരുൺ സക്കറിയ
പറഞ്ഞിരിക്കുന്നത്. ഏത് ഭാഗത്തേക്ക് മാറ്റും എന്ന കാര്യങ്ങളിൽ കൂടി വ്യക്തത വരാനുണ്ട്. ഇപ്പോൾ അത് പറയില്ലെന്ന് മന്ത്രിയും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള സൂചനകൾ ലഭ്യമാണോ? കൃത്യമായിട്ടൊരു സമയം പറയാനാകില്ലെങ്കിൽ കൂടി വരും ദിവസങ്ങളിൽ എന്ന് വെച്ചാൽ നാളെ തന്നെ പിടികൂടാനുള്ള സാധ്യതയാണോ ഈ സംഘം കാണുന്നത്?